സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയെ വളരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു പ്രശ്നത്തിലേക്ക് സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് സർക്കാരിൻ്റെ അടിയന്തര ശ്രദ്ധയെ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം ഒരു വീഡിയോ തയ്യാറാക്കേണ്ടി വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് അധ്യാപകരുടെ നിയമനം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള നിലപാടുമായി മുൻപോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഈ ജീവനക്കാരുടെയും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെയും ദുഃഖം പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതിലാദ്യമായി സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂളുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവിടെ കഴിഞ്ഞ ദിവസം വിവരാവകാശ നിയമപ്രകാരം സ്പെഷ്യൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്ക്, കൊല്ലത്തുള്ള സ്പെഷ്യൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്ക് ഒരു അപേക്ഷ കൊടുക്കുകയുണ്ടായി. അതിൽ ചോദിച്ചിരുന്ന ചോദ്യം, ഹിയറിംഗ് ഇംപെയർഡ് അല്ലെ ഡെഫ് സ്കൂളിൽ പഠിപ്പിക്കാൻ LP വിഭാഗത്തിൽ, UP വിഭാഗത്തിൽ, ഹൈസ്കൂളിൽ, ഹയർ സെക്കൻഡറിയിലൊക്കെ പഠിപ്പിക്കുന്നതിന് മതിയായ യോഗ്യതയുള്ള എത്ര പേർ നാളിതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ അതിന് യോഗ്യതയുള്ളവർ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കൊല്ലത്തുള്ള സ്പെഷ്യൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡിലേക്ക് വിവരാവകാശ നിയമപ്രകാരം ചോദ്യം ചോദിച്ചത്. അതിനെ ലഭിച്ച മറുപടിയിൽ കൃത്യമായി പറയുന്നുണ്ട്, കേൾവി പരിമിതി നേരിടുന്ന കുട്ടികൾക്കായുള്ള സ്പെഷ്യൽ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ LP സ്കൂൾ അസിസ്റ്റന്റ്, UP സ്കൂൾ അസിസ്റ്റന്റ്, ഹൈസ്കൂൾ അസിസ്റ്റന്റ്, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ യോഗ്യതയുള്ള ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾ ആരും തന്നെ ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാളിതുവരെ അങ്ങനെ യോഗ്യതയുള്ള ഒരാൾ പോലും ഇല്ലാത്ത സാഹചര്യമാണുള്ളത്. ഇതിനെ തുടർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് മറ്റൊരു അപേക്ഷ നൽകി. അതിൽ ചോദിച്ചേക്കുന്നത്, സംസ്ഥാനത്ത് ഹിയറിംഗ് ഇംപെയർഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടി ഡെഫ് സ്കൂളുകൾ എത്ര എണ്ണമുണ്ട്? അത് 3 എണ്ണമുണ്ട് എന്ന് മറുപടി ലഭിച്ചു. അവിടെ യോഗ്യതയുള്ളവരാണോ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചതിന് സംസ്ഥാനത്തെ ഡെഫ് സ്കൂളുകളിൽ നിന്ന്, സർക്കാരിൻ്റെ സ്കൂളുകളാണെന്ന് ഓർക്കണം, ഡെഫ് സ്കൂളുകളിൽ നിന്ന് ലഭിച്ച മറുപടി ഇത് ഒറ്റപ്പാലത്തെ ഗവൺമെന്റ് VHS സ്കൂൾ ഫോർ ഡെഫ്, അവിടുത്തെ ഹെഡ് മിസ്സസ് തന്ന മറുപടിയാണ്. അവിടെ പറയുന്നു, താൽക്കാലിക അടിസ്ഥാനത്തിലാണ് അവിടെ ജോലി ചെയ്യുന്നവരെല്ലാം. ഹൈസ്കൂളിലാണേലും അസിസ്റ്റന്റ് ടീച്ചേഴ്സ് ആണെങ്കിലും താൽക്കാലിക അടിസ്ഥാനത്തിലാണ് ജോലി ചെയ്യുന്നത്. അത് മാത്രമല്ല, ഏറ്റവും പ്രത്യേകതയോടെ കേൾക്കേണ്ടത്, നിലവിൽ യോഗ്യതയുള്ളവർ ഇല്ലാത്തതിനാൽ ജനറൽ യോഗ്യതയുള്ള അധ്യാപകരാണ് താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്കൂളുകളിൽ പഠിപ്പിക്കാനുള്ള ആൾക്കാരെ സർക്കാർ സ്കൂളുകളിൽ പോലും കിട്ടുന്നില്ല. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേ സമയം തന്നെ എയ്ഡഡ് മാനേജ്മെന്റുകളിൽ, പ്രത്യേകിച്ച് എനിക്ക് നേരിട്ടറിയാവുന്ന ക്രൈസ്തവ സഭയുടെ കീഴിലുള്ള എയ്ഡഡ് സ്കൂളുകളിൽ എല്ലാ യോഗ്യതയും ഉള്ളവരെ നിയമിച്ചു കഴിഞ്ഞപ്പോൾ ഭിന്നശേഷിയുടെ പ്രശ്നം ഉന്നയിച്ച് അവരെ പുറത്താക്കുവാൻ റോസ്റ്റർ അടിയന്തരമായി അപ്ഡേറ്റ് ചെയ്യണം, ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള വേക്കൻസി മാറ്റിവെക്കണം. കാരണം ഭിന്നശേഷിക്കാരില്ല, വിവരാവകാശ നിയമപ്രകാരം എടുത്ത ഡേറ്റയാണ്. ഭിന്നശേഷിക്കാരില്ലാത്തപ്പോൾ എല്ലാ യോഗ്യതയും ഉള്ളവരെ നിയമിച്ചവരെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢശ്രമം ചില സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്നറിഞ്ഞതുകൊണ്ട് ഇത് വിദ്യാഭ്യാസ വകുപ്പിനെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുവാനും മാനേജ്മെന്റുകളും ക്രൈസ്തവ സഭകളും സർക്കാരുമായിട്ടൊരു ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്ത് സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ചില ഉദ്യോഗസ്ഥർ നടത്തുന്ന ഗൂഢതന്ത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ടിയിരിക്കുന്നു. ചില DEO ഓഫീസുകളിൽ നിന്ന് പോലും ഇൻഡിവിജ്വലായിട്ട് മാനേജർമാർക്ക് കത്തയക്കാണ്, അടിയന്തരമായി ഇത് കൊടുക്കണം, അവിടെ വേക്കൻസി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ അവിടെ പോസ്റ്റ് ചെയ്യാൻ ആളില്ല എന്നുള്ള സത്യം മനസ്സിലാക്കാൻ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല. നമുക്കറിയാം,
നൂറുകണക്കിന് ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരാണ് ഈ DO ഓഫീസിലും DD ഓഫീസിലും അതോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ കൈനിറയെ ശമ്പളം മേടിക്കുന്നത്. ഇവർ കൃത്യമായി പ്രവർത്തിച്ചാൽ മണിക്കൂറുകൾ കൊണ്ട് ഈ ഡേറ്റയൊക്കെ എടുക്കാൻ കഴിയുന്നതാണ്. ഇത് സർക്കാരിനെ ധരിപ്പിക്കാനാണ് ശമ്പളം കൊടുത്ത് നിങ്ങളെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. കഴിക്കുന്ന ആ ചോറിനോട് നന്ദി കാണിക്കാത്ത ഉദ്യോഗസ്ഥ വർഗത്തിന്റെ ഗൂഢശ്രമത്തിന്റെ ഫലമായി ഈ സർക്കാരിനെ തന്നെ പ്രതിരോധത്തിലാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ സർക്കാരിന് ഉപദേശം കൊടുക്കുന്നവരാരാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പിനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന കുറെ ഉദ്യോഗസ്ഥരാണ് ഉപദേശകരായി ഉന്നത തലത്തിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സംവരണ പ്രശ്നത്തിൽ 25-50 എന്ന ക്രമത്തിലോ അല്ലെങ്കിൽ 13-38 എന്ന ക്രമത്തിലോ സംവരണം നടപ്പിലാക്കേണ്ട സാഹചര്യത്തിൽ, കാരണം 4% മതി. 4% എന്ന് പറഞ്ഞാൽ 25-1 പോട്ടെ, 12.5 കഴിയുമ്പോൾ പകുതിയാകുമല്ലോ. അന്നേരം 13ാമത്തെ നിയമനം നൽകാം. അങ്ങനെ ചെയ്യേണ്ട സാഹചര്യത്തിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഇല്ലാത്തിടത്ത് 1ാമത്തേത് തന്നെ കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഈ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തരമായ നടപടിയെടുക്കുവാൻ സർക്കാർ തയ്യാറാകണം. അതുമാത്രമല്ല, യോഗ്യതയുള്ളവർ എവിടെയെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുവാൻ തയ്യാറാകണം. ഒരു രാത്രി കൊണ്ട് ജോലി കളഞ്ഞ് ഈ ഉദ്യോഗസ്ഥരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടാൽ അതിന്റെ ഉത്തരവാദിത്വം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും, അതായത് സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും സർക്കാരിനും മാത്രമായിരിക്കും എന്നൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആത്മഹത്യ നടന്നു കഴിയുമ്പോൾ ഇതുണ്ടാകേണ്ടിയിരുന്നില്ല എന്നും പറഞ്ഞ് വിലാപം പറഞ്ഞുകൊണ്ട് അവിടെ ചെല്ലുന്ന മന്ത്രിമാരെയും ജനപ്രതിനിധികളെയുമല്ല ആവശ്യം. അന്നേരം ഇത് ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന മാധ്യമ പ്രവർത്തകരെയല്ല ആവശ്യം. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് സത്യം മനസ്സിലാക്കിക്കൊണ്ട് നിലവിലുള്ള യോഗ്യരായ ടീച്ചേഴ്സിനെ സംരക്ഷിക്കുകയും യോഗ്യരായിട്ടുള്ള ഭിന്നശേഷിക്കാർ വരുന്ന മുറയ്ക്ക് അവർക്ക് നിയമനം നൽകാമെന്ന് ഉറപ്പ് മാനേജ്മെന്റിൽ നിന്ന് വാങ്ങിക്കൊണ്ട് ഇവിടെയുള്ള നിയമനങ്ങൾ റെഗുലറൈസ് ചെയ്തു പോകുവാനുള്ള ഇച്ഛാശക്തിയാണ് സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സർക്കാർ കാണിക്കേണ്ടത്. അല്ല എങ്കിൽ വലിയ ഭവിഷ്യത്ത് ഈ സംസ്ഥാനത്തുണ്ടാകുമെന്നും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ എല്ലാവരും തയ്യാറാകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം, നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കാം. കൊല്ലുവാനല്ല, വളർത്തുവാനാണ് ശ്രമിക്കേണ്ടത്. സ്ഥാപനങ്ങളെ നശിപ്പിക്കുവാനല്ല, സ്ഥാപനങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ.